27 മാസങ്ങൾക്ക് ശേഷം ഷാരോൺ വധക്കേസിലെ ശിക്ഷാവിധി വന്നപ്പോൾ കേസിന്റെ നാൾവഴികൾ നമുക്കൊന്ന് നോക്കാം. ഒക്ടോബർ 25 ഷാരോൺ കൊല്ലപ്പെടുന്നത്. പ്രതിയായ ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു. പ്രണയബന്ധത്തിൽ നിന്നൊഴിയാൻ ഗ്രീഷ്മ ഷാരോണിനെ നിർബന്ധിച്ചെങ്കിലും ഷാരോൺ അതിന് തയ്യാറായില്ല. ആദ്യം ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തി നൽകി ജ്യൂസ് ചലഞ്ച് നടത്തി കൊലപ്പെടുത്താൻ ശ്രമം. അത് പരാജയപ്പെട്ടപ്പോൾ ജീവിതത്തിൽ നിന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ കണ്ടെത്തിയത് കഷായത്തിൽ വിഷം ചേർത്ത് നൽകുക എന്നതായിരുന്നു. ഇതിനായി ഗൂഗിളിൽ തിരഞ്ഞ് കീടനാശിനിയും അതിന്റെ പരിണിത ഫലങ്ങളും കണ്ടെത്തി. ഒക്ടോബർ 13, 2022 ഗ്രീഷ്മ ഷാരോണിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഒക്ടോബർ 14 ഷാരോൺ സുഹൃത്തിനൊപ്പം ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് എത്തുന്നു. തുടർന്ന് വിഷം കലർന്ന കഷായം ഷാരോണിന് നൽകുന്നു. വൈകിട്ട് ഛർദിയും ശാരീരികാസ്വസ്ഥവും ഉണ്ടായതിനെ തുടർന്ന് ഷാരോൺ പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടി. ഒക്ടോബർ 15 ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് ഷാരോണിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. 11 ദിവസം അവശ്യനിലയിൽ ആശുപത്രിയിൽ തുടരുന്നു. ഷാരോണിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ വഷളായി. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഒക്ടോബർ 20 മജിസ്ട്രേറ്റ് ഷാരോണിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു. എന്നാൽ മരണമൊഴിയിലൊന്നും ഗ്രീഷ്മ തന്നെ ചതിക്കില്ല എന്നായിരുന്നു മജിസ്ട്രേറ്റിന് ഷാരോൺ നൽകിയ മൊഴി. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ഒക്ടോബർ 25 വൈകിട്ട് 5 മണിയോടെ ഷാരോണിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. വൈകിട്ട് 6 മണിയോടെ ഷാരോൺ മരണത്തിന് കീഴടങ്ങുന്നു. ഒക്ടോബർ 27 പോലീസ് തെളിവുകൾ ശേഖരിക്കാനോ അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ലെന്ന പരാതി ഷാരോണിന്റെ ബന്ധുക്കൾ ഉയർത്തി. പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ ഒക്ടോബർ 29 കേസ് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. 30 രാവിലെ ഗ്രീഷ്മ SP ഓഫീസിൽ ചോദ്യം ചെയ്യലിനെത്തുന്നു. വൈകിട്ടോടെ കുറ്റം സമ്മതിക്കുന്നു. തൊട്ടു പിന്നാലെ ഒക്ടോബർ 31 ഗ്രീഷ്മയുടെ അറസ്റ്റും രേഖപ്പെടുത്തി. ചോദ്യം ചെയ്യലിനിടെ ഗ്രീഷ്മ ശുചിമുറിയിലെ അണുനാശിനി ഉപയോഗിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു. ജയിലിലിരിക്കെ ഹൈക്കോടതിയിൽ ഗ്രീഷ്മ ജാമ്യത്തിന് ശ്രമിച്ചു. നവംബർ 30 ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. 2023 ജനുവരി 2 നെയ്യാറ്റിൻകര സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ജൂൺ 2 ഗ്രീഷ്മയുടെ ജാമ്യ ഹർജി വീണ്ടും കോടതി തള്ളി. സെപ്റ്റംബർ 15 സഹതടവുകാരികളുടെ പരാതിയെ തുടർന്ന് ഗ്രീഷ്മയെ അട്ടക്കുളങ്ങരയിൽ നിന്ന് മാവേലിക്കര വനിതാ സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റി. ഇതിനിടയിൽ സെപ്റ്റംബറിൽ ഗ്രീഷ്മയ്ക്ക് ജാമ്യം ലഭിക്കുന്നു. ഒക്ടോബർ 1 കേസിന്റെ വിചാരണ തമിഴ്നാട്ടിലേക്ക് മാറ്റണമെന്ന ഗ്രീഷ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി. ഒക്ടോബർ 15 കേസിന്റെ വിചാരണ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.